വി.ഡി. സതീശൻ ഇന്ന് പറയുകയാണ്, ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം തുറന്നു പറയണമെന്നാണ്. എടോ വി.ഡി. സതീശ, തന്റെ കഴിവ് കേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഈ പിണറായി വിജയൻ ഇങ്ങനെ സുഖിച്ചു വാഴുന്നത്. എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. തനിക്ക് നട്ടലുണ്ടായിരുന്നുവെങ്കിൽ വി.ഡി. സതീശനും വി.ഡി. സതീശന്റെ പാർട്ടിക്കാർക്കും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യുന്ന ഈ വൃത്തികേടുകളെ കുറിച്ചെല്ലാം ബോധ്യമുണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് തണലൊരുക്കുന്ന പരിപാടിയുമായിട്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുന്നോട്ട് പോകുന്നത്. അത് വിട് ഷാജിയേട്ടാ, ഇതിലും വലുതെന്തോ വരായിരുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിച്ചു മറുപടി പറഞ്ഞാലും കരഞ്ഞിട്ട് മറുപടി പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് അതിനെ ഒരു വിഷയമേ അല്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി, കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത കള്ളന്മാരുടെ നേതാവാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന്. ഇനി നീ എങ്ങാനും വി.ഡി. സതീശന് ആ കത്തെഴുതി കൊടുത്തു കഴിഞ്ഞാൽ വി.ഡി. സതീശൻ നോർമലാകും. എന്നിട്ട് പിണറായി വിജയനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചർച്ച വഴിതിരിച്ചുവിടാൻ ശ്രമിക്കും. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ഓക്കെ. അങ്ങനെ ചർച്ച വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോ ഈ കൊള്ള സംഘത്തിന്റെ, അഴിമതി സംഘത്തിന്റെ, ക്രിമിനൽ സംഘത്തിന്റെ, കാട്ടുകള്ളന്മാരുടെ രാജാവാണ് പിണറായി വിജയൻ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി നാട്ടുകാർക്ക് എന്നൊരു വിലയില്ലേ. വി.ഡി. സതീശൻ എന്ത് ചെയ്തു? തൃശൂരിലെ പൂരം കലക്കിയതിനെ കുറിച്ചുള്ള കഥ അത് ഞാൻ തൽക്കാലം ആരോട് പറയാം? കേരളത്തിലെ ജനങ്ങളോട് പറയാം. അതിനിടയിൽ വലിയ അധോലോക സംഘത്തിന്റെ നേതാക്കന്മാരെ കൊണ്ട് ഒരു ചർച്ച നടത്തിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കിക്കോ എന്നാണ് ഈ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. അതുവരെ ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. അങ്ങനെ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി പൂരം കലക്കിയ കഥ പറഞ്ഞു. എന്നിട്ടോ അതിന് നേതൃത്വം കൊടുത്തത് ADGP ആണെന്ന് പറഞ്ഞു. എന്തിനാണ് മിസ്റ്റർ വി.ഡി. സതീശൻ പൂരം കലക്കണമോ അതോ പൂരം പൊടി പിണറായി വിജയന്റെ വായിൽ വെച്ചു കൊടുക്കണമോ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്ത. ഇതെല്ലാം തീരുമാനിക്കാൻ യോഗ്യനായിട്ട് പിണറായി വിജയന്റെ ഭാര്യ കമലയെടുത്തി ഏൽപ്പിച്ചു കൊടുത്ത ആളല്ലേ ADGP അജിത് കുമാർ. ആ അജിത് കുമാർ പൂരം കലക്കലിന് നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞ് 3 തരം അന്വേഷണം പ്രഖ്യാപിച്ചപ്പോ മയക്കുമരുന്ന് ലോബിയെ കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷണമുണ്ടോ? ഇവിടത്തെ ഭീകരവാദ മാഫിയ സംഘത്തെ കുറിച്ച് അന്വേഷണം നടത്താൻ അതിനിവിടെ നിങ്ങൾ പ്രത്യേകമായിട്ട് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തിയോ? സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. എടോ, തന്നെയൊക്കെ കൊള്ളാമെങ്കിൽ അവനെ പിടിച്ചു കെട്ടി എന്റെ മുമ്പിൽ കൊണ്ട് നിർത്ത്. കിട്ടും എന്റെ കയ്യില്. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ പോയാ? പോലീസ് നീ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ വക്കീലുമായിട്ട് വരാം.